പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, കെം ടോക്കിലെ +1 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ 22ാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ കെമിസ്ട്രിയിലെ 12ാമത്തെ ചാപ്റ്ററായ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾ ആൻഡ് ടെക്നിക്സ് എന്ന ചാപ്റ്ററിലെ 1ാമത്തെ ഭാഗമാണ്. നേരത്തെ അപ്ലോഡ് ചെയ്ത 21 വീഡിയോയുടെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ അവരോട് പറയുകയാണ്, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 12 വർഷത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന എപ്പിസോഡുകളാണ്. ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അവരുടെ നോട്ടും ടെക്സ്റ്റും ഒക്കെ പഠിച്ചതിന് ശേഷം ഓരോ പാഠത്തിലൂടെയും കടന്നു പോകാൻ സഹായിക്കുന്ന 12 വർഷത്തെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും അതുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണിത്. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. പരീക്ഷയ്ക്ക് ഇനി ഒരു 4-5 ദിവസം മാത്രമേ ഉള്ളൂ. അതിനു മുൻ ക്ലാസ്സുകളൊക്കെ കണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആത്മവിശ്വാസം കൈവരുത്തുക. നിങ്ങളോടൊപ്പം പരീക്ഷ എഴുതുന്ന സുഹൃത്തുക്കളുണ്ടാകാം, അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടെ ഉപകാരപ്പെടട്ടെ. കോവിഡിൻ്റെ പ്രതിസന്ധിയിലും മറ്റുമൊക്കെയായി സ്കൂളുകളിലെ ക്ലാസ്സുകൾ പൂർണ്ണമായും നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത, ക്ലാസ്സിൻ്റെ ജൈവികത നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിൽ കുറച്ചൊക്കെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടും എന്ന നിലയിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഏതായാലും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പാഠഭാഗത്തേക്ക് വരാം. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഫസ്റ്റ് ഇയർ കെമിസ്ട്രിയിലെ ആദ്യ ചാപ്റ്റർ സം ബേസിക് പ്രിൻസിപ്പിൾ ആൻഡ് ടെക്നിക്കിലെ പാർട്ട് 1ലേക്ക് നമുക്ക് വരാം. എല്ലാവരും സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, നെയിം എനി വൺ മെത്തേഡ് യൂസ്ഡ് ഫോർ ദി എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ പ്രസൻറ്റ് ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന നൈട്രജനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ് പറയുക. നമുക്കറിയാം 2 മെത്തേഡാണ് നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ളത്. ഒരു മെത്തേഡ് ഡ്യൂമാസ് മെത്തേഡ് എന്നും മറ്റൊരു മെത്തേഡിനെ ജൽദാസ് മെത്തേഡും എന്നാണ് പറയുക. അപ്പം ഇതിലേതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഡ്യൂമാസ് മെത്തേഡും ജൽദാസ് മെത്തേഡും. ഓക്കെ അല്ലേ? വളരെ പ്രധാനമാണ്, ശ്രദ്ധിക്കണം. ആ പേരെങ്കിലും പഠിച്ചു വെക്കണം. നമ്പർ 2, റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്. 2 കോമ്പൗണ്ടുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ IUPAC നെയിം പറയണം. നമ്പർ 1 നോക്കൂ, എത്ര കാർബൺ അതിലുള്ളത്? IUPAC നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം. അപ്പോൾ ആ നേരെയുള്ള ചെയിൻ നമുക്ക് സെലക്ട് ചെയ്യാം അല്ലേ? എത്ര കാർബൺ ഉണ്ട് നോക്കിയേ. 1 2 3 4 5 6 6 കാർബണുള്ള ലോങ്ങസ്റ്റ് ചെയിൻ. അതിൽ ഇനി നമ്പർ കൊടുക്കണം. നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, 3ാമത്തെ കാർബണുമലും 4ാമത്തെ കാർബണുമലും സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ നമ്പർ 1 എന്നിട്ട് അതിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്പർ കൊടുക്കുക. ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ 3ാമത്തെ കാർബണുമൽ ഈഥൈൽ ഗ്രൂപ്പ്, 4ാമത്തെ കാർബണുമൽ മീഥൈൽ ഗ്രൂപ്പ്, മീഥൈൽ. അപ്പോൾ എന്താ പേര്? 3 ഈഥൈൽ 4 മീഥൈൽ ഹെക്സൈൻ. ഓക്കെ അല്ലേ? 2ാമത്തെ കോമ്പൗണ്ട് ശ്രദ്ധിക്കുക, അതിലെത്ര കാർബൺ ഉണ്ട് നോക്കുക. 1 2 3 4 5 6 7 കാർബണാണുള്ളത്. ഈ 7 കാർബണിലെ 1ാമത്തെ കാർബൺ COOH എന്നാണ്, കാർബോക്സിലിക് ആസിഡിൻ്റെ ഗ്രൂപ്പാണ്. 5ാമത്തെ കാർബൺ CO എന്ന് പറയുന്ന കീറ്റോ ഗ്രൂപ്പാണ്. പക്ഷേ 2 ഫങ്ഷണൽ ഗ്രൂപ്പ് ഇതിലുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഒരാളെ
ഫങ്ഷൻ ഗ്രൂപ്പായും മറ്റൊരാളെ സബ്സ്റ്റിറ്റ്യുവൻ്റ്, അതായത് സബ്സ്റ്റിറ്റ്യുവൻ്റ് ഗ്രൂപ്പായിട്ടും പരിഗണിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആർക്കാണ് നമ്മൾ ഫങ്ഷൻ ഗ്രൂപ്പായിട്ട് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അത് COOHനാണ് നമ്മൾ ഫങ്ഷൻ ഗ്രൂപ്പായിട്ട് പ്രയോറിറ്റി കൊടുക്കുക. അതുകൊണ്ട് ഹെക്സനോയിക് ആസിഡ് കണ്ടോ, ഹെക്സനോയിക് ആസിഡാണിത്. ഈ ഹെക്സനോയിക് ആസിഡിലെ 5ാമത്തെ കാർബണുമിൽ എന്തുണ്ട്? ഒരു ഓക്സിജൻ ഉണ്ട്, ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ ഉണ്ട് ഇല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നറിയോ? 5-ഓക്സോ ഹെക്സനോയിക് ആസിഡ് എന്നാണ് ഇതിൻ്റെ IUPAC നെയിം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഇനി 5-ഓക്സോ ഹെക്സനോയിക് ആസിഡ് എന്ന് പേര് തന്നിട്ട് അതിൻ്റെ സ്ട്രക്ചർ വരക്കാൻ ചോദിച്ചാൽ അത് അതേപോലെ വരക്കാനും കഴിയണം. അപ്പോഴേ നമ്മൾ IUPAC നെയിം പഠിച്ചു നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ 3. അറേഞ്ച് ദി ഫോളോയിങ് കാർബോകാറ്റയോൺ ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ സ്റ്റെബിലിറ്റി. താഴെ തന്നിരിക്കുന്ന കാർബോകാറ്റയോണ് അതിൻ്റെ സ്റ്റെബിലിറ്റിയുടെ വർദ്ധിച്ചു വരുന്ന രൂപത്തിൽ ക്രമീകരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ടെർഷറി കാർബോകാറ്റയോണാണ് മോർ സ്റ്റേബിൾ. അതിൻ്റെ തൊട്ട് താഴെ സെക്കൻഡറി, അതിൻ്റെ തൊട്ട് താഴെ പ്രൈമറി, അതിൻ്റെ താഴെ CH3+. ഓക്കെ, അപ്പം കണ്ട് അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ ഈ ടെർഷറിക്ക് സ്റ്റെബിലിറ്റി കൂടാൻ കാരണം? കാരണം മറ്റൊന്നുമല്ല, ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ ടെർഷറി കാർബോകാറ്റയോണിന്, അതായത് CH3 ത്രൈസ് C+ന് 9 ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ ഉണ്ട്. എന്നാൽ സെക്കൻഡറി കാർബോകാറ്റയോൺ എന്നറിയപ്പെടുന്ന CH3 ടോയ്സ് CH+ന് 6 ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചറാണുള്ളത്. തൊട്ട് താഴെയുള്ള ആൾക്ക് 3, അതിൻ്റെ തൊട്ട് താഴെയുള്ള ആൾക്ക് ഒറ്റൊന്നുമില്ല. അതുകൊണ്ട് ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ കൂടുതലുള്ള ആൾക്ക് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ആർക്കാണ് കൂടുതലുള്ളത്? ടെർഷറി കാർബോകാറ്റയോൺ. അതുകൊണ്ട് ടെർഷറി കാർബോകാറ്റയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ സെക്കൻഡറി കാർബോകാറ്റയോൺ. ഓർഡർ കണ്ടല്ലോ, ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ പ്രത്യേകം ശ്രദ്ധിക്കാം. അതാണ് അവർ പഠിച്ചു വെക്കേണ്ടത്. അതിൽ B, ഡിഫൈൻ ഹോമോലൈറ്റിക് ഫിഷൻ. അതായത് ഒരു ബോണ്ട് ഈക്വലായിട്ട് മുറിയുക. ഒരു കോവാലൻ്റ് ബോണ്ട് ഉണ്ടാക്കാൻ 2 ആറ്റങ്ങൾ ഈക്വലായിട്ട് ഓരോ ഇലക്ട്രോണിനെ കൊടുത്തിട്ടുണ്ടാവും. അത് മുറിക്കണ സമയത്ത്, ആ ബോണ്ട് മുറിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? ആ ആറ്റത്തിന് തന്നെ തിരിച്ചു കൊടുത്തിട്ട് ഈക്വലായിട്ട് കട്ട് ചെയ്യുക. ഒരു ഇലക്ട്രോൺ അപ്പുറത്തെ ആറ്റത്തിനും മറ്റൊരു ഇലക്ട്രോൺ ഇപ്പുറത്തെ ആറ്റത്തിനും കൊടുത്തുകൊണ്ട് ഈക്വലായിട്ട് കോവാലൻ്റ് ബോണ്ടിനെ കട്ട് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് ഹോമോലൈറ്റിക് ഫിഷൻ. എന്നാൽ ഇതിൻ്റെ കൂടെ ഒരു കാര്യം പറയാം, ഹെട്രോലൈറ്റിക് ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബോണ്ട് മുറിക്കുമ്പോൾ 2 ഇലക്ട്രോണും ഒരാറ്റത്തിന് കൊടുക്കുകയാണെങ്കിൽ അതിനാണ് ഹെട്രോലൈറ്റിക് ഫിഷൻ എന്ന് പറയാം. അങ്ങനെ മുറിക്കുമ്പോൾ ഒരാൾക്ക് പോസിറ്റീവ് ചാർജും വേറൊരാൾക്ക് നെഗറ്റീവ് ചാർജും വരും. മുറിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന 2 ആളുണ്ടാവുമല്ലോ, അതിലൊരാൾക്ക് പ്ലസും വേറൊരാൾക്ക് മൈനസും വരും. അതാണ് ഹെട്രോലൈറ്റിക് ഫിഷൻ എന്നറിയപ്പെടുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഗിവ് ദി IUPAC നെയിം ഓഫ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോണ്ട് ലൈൻ സ്ട്രക്ചർ വെച്ചുകൊണ്ട് ഒരു കോമ്പൗണ്ട് അവിടെ തന്നിട്ടുണ്ട്. അതിൽ ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ ആ റിങ്ങാണ്. ആ റിങ് പറഞ്ഞത് സൈക്ലോഹെക്സൈനാണ്. പ്രശ്നമില്ലല്ലോ. സൈക്ലോഹെക്സൈനിലെ 1ാമത്തെ കാർബണുമിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കണുണ്ട്, V ഷേപ്പിൽ ഇങ്ങനെ കണ്ടില്ലേ? അപ്പോൾ 2 മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ 1 ഡൈ മീഥൈലാണ്. അത് കഴിഞ്ഞിട്ട് 1, 2, 3ാമത്തെ കാർബണുമിൽ 2 കാർബണുള്ള ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായി? 3 ഈഥൈൽ 1 ഡൈ മീഥൈൽ സൈക്ലോഹെക്സൈൻ എന്നായി. ക്ലിയർ അല്ലേ? എന്താ 3 ഈഥൈൽ എന്ന് ആദ്യം പറഞ്ഞത്? അത് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഗ്രൂപ്പിനെ പറയൽ. അപ്പോൾ ഈഥൈൽ ആദ്യം, മീഥൈൽ അതിന് ശേഷം. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ഹോമോലൈറ്റിക് ക്ലീവേജ് ഫ്രം ഹെട്രോലൈറ്റിക് ക്ലീവേജ് ഓഫ് കോവാലൻ്റ് ബോണ്ട്. നേരത്തെ പറഞ്ഞതല്ലേ, ഹോമോലൈറ്റിക് ഫിഷൻ അല്ലെങ്കിൽ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ കോവാലൻ്റ് ബോണ്ട് ഈക്വലായിട്ട് മുറിയുക, ഷെയർ ചെയ്ത ഇലക്ട്രോൺ പെയറിനെ ആ തന്ന ആറ്റത്തിന് തന്നെ തിരിച്ചു കൊടുത്തുകൊണ്ട് മുറിക്കുക. അതിൻ്റെ ഫലമായി ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും. എന്നാൽ ഹെട്രോലൈറ്റിക് ഫിഷനിൽ നടക്കുന്നത് ഷെയർ ചെയ്ത ഇലക്ട്രോണിനെ ഒരു പ്രത്യേക ആറ്റത്തിനാണ് കൊടുക്കുക. 2 ഇലക്ട്രോണും ഒരാൾക്കാണ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ കിട്ടിയ ആൾക്ക് മൈനസും നഷ്ടപ്പെട്ട ആൾക്ക് പോസിറ്റീവ് ചാർജും വരും.
ഓക്കെ, കാറ്റയോണും ആനയോണും ഉണ്ടാവും. ഇതാണ് ഹെട്രോലൈറ്റിക് ഫിഷനിൽ, ഹെട്രോലൈറ്റിക് ക്ലീവേജിൽ അല്ലെങ്കിൽ ഹെറ്ററോലിസിസിൽ സംഭവിക്കുന്നത്. ഓക്കെ. Question number 6. Briefly explain the different types of structural isomerism shown by organic compound with a suitable example. സ്ട്രക്ചറൽ ഐസോമറിസത്തിൻ്റെ വ്യത്യസ്ത ടൈപ്പുകളെ വിശദീകരിക്കുക. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 4 ടൈപ്പ് സ്ട്രക്ചറൽ ഐസോമറിസം ഉണ്ട്. ഒന്നാണ് ചെയിൻ ഐസോമറിസം. എന്താണ്? ഐസോമേഴ്സ് ഡിഫർ ഇൻ കാർബൺ ചെയിൻ. കാർബൺ ചെയിനിൽ വ്യത്യാസമുള്ള ഐസോമേഴ്സിനാണ് ചെയിൻ ഐസോമറിസം എന്ന് പറയാം. ഓക്കെ. ഇപ്പോൾ പെൻഡെയിൻ എന്നുള്ളതിന് നമുക്ക് 5 കാർബൺ നീളത്തിൽ വരുന്ന രൂപത്തിൽ എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ 4 കാർബൺ നേരെ ഒരു ചെയിനായിട്ട് വന്നിട്ട് അതിലെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. 4 ഒരു CH3 ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. അല്ലെങ്കിൽ 3 കാർബണുള്ള ചെയിനുമെന്ന് രണ്ടാമത്തെ കാർബണുമെന്ന് മുകൾക്കും താഴത്തേക്കും ഓരോ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഗ്രൂപ്പായിട്ട് കൊടുക്കുക. ഇങ്ങനെ മോളിക്കുലാർ ഫോർമുല സെയിമും കാർബൺ ചെയിനിൽ വ്യത്യാസവും വരുന്ന ഐസോമറുകൾക്കാണ് ചെയിൻ ഐസോമേഴ്സ് എന്ന് പറയാം. ഈ പ്രതിഭാസത്തിനാണ് ചെയിൻ ഐസോമറിസം എന്ന് പറയാം. ഓക്കെ, അതാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അവിടെ നിന്ന് കാണുന്നത് നോക്കൂ, ആ ചിത്രത്തിൽ നോക്കൂ, കണ്ടില്ലേ? പെൻഡെയിൻ 5 കാർബൺ ഒരു ചെയിനിൽ വന്നു. പിന്നെ ഐസോപെൻഡെയിൻ 1 കാർബൺ അതിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഗ്രൂപ്പായിട്ട് വന്നു. അടുത്ത മൂന്നാമത്തേൽ നോക്കുക, 3 കാർബൺ ഉള്ള ഒരു ചെയിനിൽ സെൻറ്ററിൽ ഒന്ന് മുകളിലോട്ടൊന്ന് താഴോട്ടും വന്നിട്ട് നിയോപെൻഡെയിൻ എന്ന് പറഞ്ഞ ആൾ വന്നു. ഇതാണ് ചെയിൻ ഐസോമറിന് എക്സാമ്പിൾ. പെൻഡെയിനിൽ നിന്നുണ്ടായതാണിത് 3. അടുത്ത പൊസിഷൻ ഐസോമർ. ആരുടെ പൊസിഷൻ? ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ മാറുമ്പോഴുള്ള ഐസോമറിസത്തിനാണ് എന്ത് പറയുക? പൊസിഷൻ ഐസോമറിസം എന്ന് പറയാം. നോക്കൂ, അവിടെ ഒരു കോമ്പൗണ്ട് കാണാം. 1 ബ്യൂട്ടനോളാണത്. 1 ബ്യൂട്ടനോളിൽ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ഉണ്ട്, 1 ഓക്സിജൻ ഉണ്ട്, പിന്നെ 10 ഹൈഡ്രജനുണ്ട്. എന്നാൽ അതേ ഫോർമുലയുള്ള വേറൊരാൾ നോക്ക്, OH ഗ്രൂപ്പ് രണ്ടാമത്തെ കാർബണുമിൽ വന്നു. അതിൻ്റെ പേര് 2 ബ്യൂട്ടനോൾ. പാര മാറിയത്? ഐസോമറിസത്തിൻ്റെ സ്ഥാനം മാറി. അതുകൊണ്ട് ഇതിനെ നമ്മൾ പൊസിഷൻ ഐസോമറിസം എന്ന് പറയും. മൂന്നാമത്തെ ഐസോമറിസമാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. ഫങ്ഷണൽ ഗ്രൂപ്പ് മാറുന്ന ഐസോമറിസം. മോളിക്കുലർ ഫോർമുലയിൽ വ്യത്യാസം ഉണ്ടാവില്ല, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസം വരും. ഉദാഹരണം നോക്കാം. CH3 CH2 OH ധാരാളം എത്തനോളാണ്. 2 കാർബണുള്ള OH ഉള്ള കോമ്പൗണ്ട് എത്തനോൾ. എന്നാൽ വേറൊരാൾ നോക്ക്, CH3O CH3. ഇതിൻ്റെ പേര് മെത്തോക്സി മീതെയിൻ എന്നാണ്. അതായത് ഈതറാണത്. ആൽക്കഹോളും ഈതറും തമ്മിൽ ഫങ്ഷണൽ ഐസോമറിസം കാണിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല എക്സാമ്പിളാണ്. ഒരാൾ ആൽക്കഹോളാണ്, വേറൊരാൾ ഈതറാണ്. രണ്ടാളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒന്നിൽ ഈതറിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്, വേറൊന്നിൽ എത്തനോളിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. പക്ഷേ അതിൻ്റെ മോളിക്കുലർ ഫോർമുല നോക്കിയേ, രണ്ടിനും ഒരുപോലെയാണ്. C2H6O. ഓക്കെ അല്ലേ? അടുത്ത മെറ്റാമറിസം. എന്താ മെറ്റാമറിസം? പറയൂ, എന്താണ്? ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന് ചുറ്റുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ കാർബൺ ചെയിനിൻ്റെ വ്യത്യാസം വരികയാണെങ്കിൽ, ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന് ചുറ്റുമുള്ള കാർബണിൻ്റെ നമ്പറിൽ വ്യത്യാസം വരികയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് മെറ്റാമറിസം. ഉദാഹരണം നോക്കൂ, അവിടെ CH3O CH2 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 CH3. എത്ര കാർബൺ മൊത്തമുണ്ട്? 5 കാർബൺ ഉണ്ട്. ഈ 5 കാർബണിൽ 4 കാർബൺ ഓയുടെ അപ്പുറത്തും 1 കാർബൺ ഓയുടെ ഇപ്പുറത്തും. സംഗതി ഈതറാണ്. O എന്ന ഫങ്ഷൻ ഗ്രൂപ്പാണ് ഉള്ളത്, ഈതറാണ്. പക്ഷേ അടുത്ത ആളെ നോക്കുക, അടുത്തതിൽ 3 കാർബൺ ഒരു ഭാഗത്തും 2 കാർബൺ ഇപ്പുറത്തും, അല്ലേ? എത്തോക്സി പ്രൊപ്പൈലിൽ. എന്താ ഇത് നിങ്ങൾക്ക് മനസ്സിലായത്? എന്താ മനസ്സിലാക്കാൻ അത്ര വലിയ മനസ്സിലാക്കാണ്ടോ? കാർബണിൻ്റെ എണ്ണത്തിൽ O എന്ന് പറയുന്ന ഈതർ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ അപ്പുറം ഇപ്പുറവും വ്യത്യാസം വന്നിരിക്കുന്നു. ഈ ഐസോമറിസത്തിൻ്റെ പേരാണ് മെറ്റാമറിസം.
എഴുതി പഠിക്കുക, പറഞ്ഞ് പരിശീലിക്കുക. വാട്ട് ആർ 4 types of structural isomers? First is chain isomer, second is position isomer, third one functional group isomerism, fourth one metamerism. പഠിച്ചു വെക്കണം, എക്സാമ്പിളും പഠിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7, വാട്ട് ഈസ് മെറ്റാമറിസം? നോക്കൂ നിങ്ങൾ, തൊട്ടടുത്ത വർഷം വന്നൊരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് മെറ്റാമറിസം? റൈറ്റ് ദി മെറ്റാമേഴ്സ് ഓഫ് C4H10O. ആ ഫോർമുലയുള്ള ആളുടെ മെറ്റാമേഴ്സ് എഴുതുക. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ഐസോമറിസം? വാട്ട് ഈസ് മെറ്റാമറിസം? ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ അപ്പുറവും ഇപ്പുറവുമുള്ള കാർബണിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരികയാണെങ്കിൽ അത്തരം ഐസോമറുകൾക്കാണ് മെറ്റാമറിസം എന്ന് പറയാം. എക്സാമ്പിൾ നോക്കൂ. C4H10O 4 കാർബണാണുള്ളത്. ആ 4 കാർബണിലെ 3 കാർബൺ ഒരു ഭാഗത്തും 1 കാർബൺ ഇപ്പുറത്തും നിന്നിട്ട് ഒരു ഈതർ. മറ്റേതിൽ നോക്ക്, 2 കാർബൺ ഇപ്പുറം 2 കാർബൺ അപ്പുറം. എന്താ വ്യത്യാസം? ഓയുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള കാർബണിൽ വ്യത്യാസമുണ്ട്. ഇതിനാണ് എന്ത് പറയുക? മെറ്റാമേഴ്സ് എന്ന് പറയാം. നല്ല ഓർത്തിരിക്കുക, എഴുതി പഠിക്കുക. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വാട്ട് ഈസ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ്? എന്താണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ? ഹൗ ദി പ്രസൻസ് ഓഫ് നൈട്രജൻ, സൾഫർ ആൻഡ് ഹാലോജൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട് ആർ ഡിറ്റക്റ്റഡ്. ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള നൈട്രജൻ, സൾഫർ, ഹാലോജൻ എന്നിവയെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തുക? നൈട്രജൻ, സൾഫർ, ഹാലോജൻ എന്നിവ കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റിൻ്റെ പേരാണ് ലെസൈൻസ് ടെസ്റ്റ്. ഓർത്തു വെക്കണം, ലെസൈൻ ടെസ്റ്റ്. ഒന്നുകൂടെ പറഞ്ഞേ, എന്താ പറഞ്ഞേ? ലെസൈൻ ടെസ്റ്റ്. ഹിയർ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഫ്യൂഷ്ഡ് വിത്ത് മെറ്റാലിക് സോഡിയം. നമുക്ക് ഏത് ഓർഗാനിക് കോമ്പൗണ്ടിലാണോ ഈ നൈട്രജൻ, സൾഫർ, ഹാലോജൻ എന്നിവ ഉള്ളത്, ആ ഓർഗാനിക് കോമ്പൗണ്ടിനെ ഫ്യൂസ് ചെയ്യുക വിത്ത് മെറ്റാലിക് സോഡിയം. സോഡിയവുമായി ഫ്യൂസ് ചെയ്യുക. അതിനുവേണ്ടി ഒരു ഫ്യൂഷൻ ട്യൂബ് വേണം. ആ ഫ്യൂഷൻ ട്യൂബിൽ വെച്ചിട്ട് സോഡിയവും ഓർഗാനിക് കോമ്പൗണ്ടും തമ്മിൽ നന്നായിട്ട് ഫ്യൂസ് ചെയ്യുക. ഫ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാം? അങ്ങനെ ഈ നല്ല ബർണറിൽ വെച്ചിട്ട് ആ ട്യൂബാണ് കത്തിക്കുക. കത്തിക്കുമ്പോൾ അത് റെഡ് ഹോട്ടായിട്ട് മാറും. നല്ല ചുവന്നുകൊണ്ട് വരും. ചുവന്ന് വന്നാൽ അതൊരു ചൈന ഡിഷിലെടുത്ത വെള്ളത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ടാണ് മുക്കുക. മുക്കുമ്പോൾ എന്താവും? അതങ്ങോട്ട് പൊട്ടിയിട്ട് ആ വെള്ളവുമായിട്ട് അങ്ങോട്ട് ചേരും. ചേർന്ന് കഴിഞ്ഞാൽ ആ കിട്ടുന്ന സൊല്യൂഷനെ നമ്മൾ ബോയിൽ ചെയ്യുക, എന്നിട്ട് അരിച്ച് മാറ്റുക. അരിച്ച് മാറ്റുമ്പോൾ എന്തൊക്കെ അരിച്ച് മാറണം? ഗ്ലാസിൻ്റെ ചില്ല്, മറ്റ് സാധനമൊക്കെ ഉണ്ടാവും. ആ അരിച്ച് മാറ്റുക. എന്നിട്ട് ആ ഫിൽട്രേറ്റ് എടുക്കുക. ആ ഫിൽട്രേറ്റ് പറഞ്ഞാൽ നമ്മൾ അരിച്ചെടുത്തതിന് ശേഷമുള്ള സൊല്യൂഷൻ. ആ സൊല്യൂഷൻ്റെ പേരാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ്. ഓക്കെ, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ്. ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലെ ഒരു പാർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക? അതിലേക്ക് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് ഒഴിക്കുക. എന്നിട്ടത് ബോയിൽ ചെയ്യുക. എന്നിട്ട് തണുപ്പിക്കുക. എന്നിട്ട് അതിൽ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുക. ഒഴിച്ചു കഴിഞ്ഞാൽ ബ്ലൂ ഓർ ഗ്രീൻ കളർ കിട്ടുകയാണെങ്കിൽ നൈട്രജൻ്റെ സാന്നിധ്യമുണ്ട് എന്നാണ് അർത്ഥം. എന്തപ്പോൾ ചെയ്ത്? ആ ഫിൽട്രേറ്റിലെ കുറച്ചൊരു ടെസ്റ്റ് ട്യൂബൊക്കെ എടുത്തു, അതിലേക്ക് ഫെറസ് സൾഫേറ്റ് ഒഴിച്ചു, എന്നിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഡൈല്യൂട്ട് H2SO4 ഒഴിച്ചപ്പോൾ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ കളറുണ്ടായി. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നൈട്രജൻ ഓർഗാനിക് കോമ്പൗണ്ടിലുണ്ട് എന്നാണ് അർത്ഥം. എന്താ ഈ ടെസ്റ്റിൻ്റെ പേര്? ലെസൈൻ ടെസ്റ്റ്. നല്ല ഓർത്തിരിക്കണം. അടുത്ത് അവിടെ എടുത്തു വെച്ച സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലെ കുറച്ച് ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കുക. എന്നിട്ട് അതിലേക്ക് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എന്ത് ചെയ്യുക? ആസിഡിഫൈഡ് വിത്ത് ഡൈല്യൂട്ട് HNO3. ഡൈല്യൂട്ട് HNO3 വെച്ച് ആസിഡിഫൈ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് സിൽവർ നൈട്രേറ്റ് ഒഴിക്കുക. സിൽവർ നൈട്രേറ്റ് ഒഴിക്കുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്ലോറിനുണ്ട്. പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റാണ് കിട്ടിയതെങ്കിൽ ബ്രോമിനുണ്ട്. യെല്ലോ പ്രസിപ്പിറ്റേറ്റാണ് കിട്ടിയതെങ്കിൽ അയോഡിനുണ്ട്. ഓക്കെ, അപ്പോൾ അയോഡിൻ, ക്ലോറിൻ, ബ്രോമിനൊക്കെ കണ്ടെത്താൻ പഠിച്ചു. അടുത്തത് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലെ കുറച്ചൊരു ടെസ്റ്റ് ട്യൂബൊക്കെ എടുക്കുക. എന്നിട്ട് അതിലേക്ക് സോഡിയം നൈട്രോപ്രസൈഡ് ഒഴിക്കുക.
അപ്പോൾ വയലറ്റ് കളർ കിട്ടുകയാണെങ്കിൽ അതിൽ സൾഫർ ഉണ്ട്, പ്രസൻസ് ഓഫ് സൾഫർ. ഇപ്പം എന്തൊക്കെ ഇപ്പോൾ പറഞ്ഞു? സൾഫറിനെ എങ്ങനെ കണ്ടെത്തുക എന്ന് പഠിച്ചു, അയോഡിൻ എങ്ങനെ കണ്ടെത്തുക എന്ന് പഠിച്ചു, ക്ലോറിൻ എങ്ങനെ കണ്ടെത്തുക എന്ന് പഠിച്ചു, ബ്രോമിനെ കണ്ടെത്തുന്നത് പഠിച്ചു, നൈട്രജനെ കണ്ടെത്തുന്നത് പഠിച്ചു. ഈ 4-5 മൂലകങ്ങൾ അപ്പോൾ ഇവിടെ കണ്ടത്. ഹാലോജൻ എന്ന് പറയുന്ന ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, സൾഫർ, പിന്നെ നൈട്രജൻ. ഇങ്ങനെ ഈ 5 ആളെ കണ്ടെത്തുന്ന രീതിയാണ് ലെസൈൻ ടെസ്റ്റ്. അതിനെന്തൊക്കെ ചെയ്യുക? ആദ്യം സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കണം. സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യണം? ആ എക്സ്ട്രാക്റ്റിലേക്ക് ആദ്യം ഫെറസൾഫേറ്റും സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുക. അപ്പോൾ ബ്ലൂ ഓർ ഗ്രീൻ കളർ കിട്ടിയണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നൈട്രജൻ. ഓക്കെ, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിൽ HNO3 ഒഴിക്കുക, എന്നിട്ട് സിൽവർ നൈട്രേറ്റ് ഒഴിക്കുക. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയണമെങ്കിൽ ക്ലോറിൻ. പെയിൽ യെല്ലോ ആണ് കിട്ടുന്നതെങ്കിൽ ബ്രോമിൻ. യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ അയോഡിൻ. വീണ്ടും സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിലേക്ക് സോഡിയം നൈട്രോപ്രസൈഡ് ചേർക്കുക. അപ്പോൾ വയലറ്റ് കളർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് സൾഫർ. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഗിവ് ദി IUPAC നെയിം ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്. ബോണ്ട് ലൈൻ സ്ട്രക്ചറാണ് തന്നിരിക്കുന്നത്. നേരത്തെ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നില്ലേ? നോക്കി, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ടോ ക്വസ്റ്റ്യന്? സൈക്ലോ ഹെക്സേനാണ് ആ റിങ്. അതുമേൽ 1ാമത്തെ കാർബണുമേൽ 2 മീഥൈൽ ഗ്രൂപ്പുണ്ട്, 3ാമത്തെ കാർബണുമേൽ ഈഥൈൽ ഗ്രൂപ്പുണ്ട്. 2 കാർബണുള്ള ഒരു ഗ്രൂപ്പ്. അപ്പോൾ 3 ഈഥൈൽ 1 ഡൈമീഥൈൽ സൈക്ലോ ഹെക്സൈൻ. ഓക്കെ, അടുത്തതോ എത്ര കാർബൺ ഉണ്ട് നോക്കിയേ? 1 2 3 4 5 6 7 ഉണ്ട്. ഹെപ്റ്റൈനാണ്. ഹെപ്റ്റൈനിലെ 1 2 3ാമത്തെ കാർബണുമേൽ ക്ലോറിനും ഉണ്ട്, ബ്രോമിനും ഉണ്ട്. അപ്പോൾ 3 ബ്രോമോ 3 ക്ലോറോ ഹെപ്റ്റൈൻ. എന്താ ആദ്യം ബ്രോമിൻ പറഞ്ഞത്? ആൽഫബറ്റിക്കൽ ഓർഡർ. അപ്പോൾ 3 ബ്രോമോ 3 ക്ലോറോ ഹെപ്റ്റൈൻ. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദി പ്രിൻസിപ്പിൾ ഓഫ് ദി ഫോളോയിങ് ടെക്നിക് ടേക്കിംഗ് ആൻ എക്സാമ്പിൾ ഇൻ ഈച്ച് കേസ്. ക്രിസ്റ്റലൈസേഷൻ, സിമ്പിൾ ഡിസ്റ്റിലേഷൻ, ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ, പേപ്പർ ക്രോമറ്റോഗ്രഫി എന്നിവയിലെ പ്രിൻസിപ്പിളിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക. എന്താണ് അതിലെ പ്രിൻസിപ്പിൾ, തത്വം എന്താണ് എന്ന് പറയാം. വാട്ട് ഈസ് ക്രിസ്റ്റലൈസേഷൻ? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഡിഫറൻസ് ഇൻ എ സോലിബിലിറ്റി ഓഫ് ദി കോമ്പൗണ്ട് ആൻഡ് ദി ഇമ്പ്യൂരിറ്റീസ് ഇൻ എ സ്യൂട്ടബിൾ സോൾവെൻറ്റ്. ആ ഒരു വാക്കെങ്കിലും മക്കളെ പഠിച്ചു വെക്കണം. വാട്ട് ഈസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഡിഫറൻസ് ഇൻ ദി സോലിബിലിറ്റീസ് ഓഫ് ദി കോമ്പൗണ്ട് ആൻഡ് ദി ഇമ്പ്യൂരിറ്റീസ്. ഇമ്പ്യൂരിറ്റീസും അതുപോലെ കോമ്പൗണ്ടിൻ്റെയും ഇമ്പ്യൂരിറ്റീസിൻ്റെയും കോമ്പൗണ്ടിൻ്റെയും ലേയത്വത്തിലുള്ള ഡിഫറൻസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നത്. അത് പഠിച്ചു വെച്ചാൽ മതി. അടുത്താണ് സിമ്പിൾ ഡിസ്റ്റിലേഷൻ. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് വോളറ്റൈൽ ലിക്വിഡ് ഫ്രം നോൺ വോളറ്റൈൽ ഇമ്പ്യൂരിറ്റീസ്. ബാഷ്പീകരിക്കുന്ന ലിക്വിഡിനെ ബാഷ്പീകരിക്കാത്ത അപദ്രവ്യങ്ങളിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കും. ഇനി വേറൊക്കെ കാര്യങ്ങളുണ്ട്. 2 ലിക്വിഡുണ്ട്, അവർ തമ്മിൽ ബോയിലിംഗ് പോയിൻറ്റിൽ നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ അവയെ വേർതിരിക്കാനും സിമ്പിൾ ഡിസ്റ്റിലേഷനാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഡിസ്റ്റിലേഷൻ ഏതിനൊക്കെയാണ് ഉപയോഗിക്കുക? വോളറ്റൈൽ ലിക്വിഡിനെ നോൺ വോളറ്റൈലായ ഇമ്പ്യൂരിറ്റീസ് നിന്ന് വേർതിരിക്കാൻ, അല്ലെങ്കിൽ ബോയിലിംഗ് പോയിൻ്റ് വ്യത്യാസമുള്ള 2 ലിക്വിഡുകളെ വേർതിരിക്കാൻ. സിമ്പിൾ ഡിസ്റ്റിലേഷൻ. എന്താ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ? ആ പദാർത്ഥത്തെ എടുത്തിട്ട് ചൂടാക്കുമ്പോൾ ഇങ്ങനെ തിളക്കുമ്പോൾ ബോയിലിംഗ് പോയിൻ്റ് കുറഞ്ഞ ആൾ ആദ്യമാണ്ട് ഇവാപ്പറേറ്റ് ചെയ്തിട്ടാണ് പോകും. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. എക്സ്റ്റേണൽ പ്രഷർ കുറച്ചാൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, എന്ത് ചെയ്യുക? പ്രഷർ കുറക്കുക. പ്രഷർ കുറക്കുമ്പോൾ എന്ത് ചെയ്യും? ബോയിലിംഗ് പോയിൻ്റ് കുറയും. ബോയിലിംഗ് പോയിൻ്റ് കുറയുന്നതുകൊണ്ട് എന്താ സൗകര്യം? ബോയിലിംഗ് പോയിൻ്റ് കുറയുമ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്യൂല. അതുകൊണ്ട് ബോയിലിംഗ് പോയിൻറ്റിൽ വെച്ചോ അതിൻ്റെ താഴെ വെച്ചോ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ കേസിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്
ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. അങ്ങനെ ആകുമ്പോൾ പ്രഷർ കുറക്കുമ്പോൾ ആ പദാർത്ഥത്തിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് കുറയും. ബോയിലിംഗ് പോയിൻ്റ് കുറയുന്നതുകൊണ്ട് ആ പദാർത്ഥം ഡീകമ്പോസ് ചെയ്യില്ല. അത് നമുക്കൊരു വലിയ അഡ്വാൻറ്റേജാണ്. റെഡി. അടുത്ത പേപ്പർ ക്രോമറ്റോഗ്രഫി. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫി. ഹിയർ എ സ്ട്രിപ്പ് ഓഫ് chromatographic paper spotted at the base with the solution of the mixture. നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ക്രോമറ്റോഗ്രഫിക് പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ സെപ്പറേറ്റ് ചെയ്യേണ്ട പദാർത്ഥത്തെ ബേസ് ലൈനിൽ ഉറ്റിക്കും. ഉറ്റിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് പറയാൻ നിങ്ങൾക്ക് സ്യൂട്ടബിളായ ഒരു സോൾവെൻറ്റിൽ അതിങ്ങനെ സസ്പെൻഡ് ചെയ്ത് വെക്കും. ഇങ്ങനെ ഒരു സ്റ്റാൻഡ് മേൽ ഇങ്ങനെ തൂക്കിയിലേക്ക് ഇടും. ആ വെള്ളത്തിലേക്ക്, ആ സോൾവെൻറ്റിലേക്ക് ഇങ്ങനെ വെക്കും. വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ സോൾവെൻ്റ് ഒരു മൊബൈൽ ഫേസായി മാറി കോമ്പണൻറ്റുകളെ, ഈ മിക്സറിലുള്ള വിവിധ പദാർത്ഥങ്ങളെ വേർതിരിക്കാൻ കാരണമാകും. ഈ പ്രതിഭാസത്തിനാണ് പേപ്പർ ക്രോമറ്റോഗ്രഫി എന്ന് പറയുക. ഓക്കെ, വലിയൊരു വിശദീകരണത്തിലേക്ക് പോകാത്തത് വെറുതെ സമയം കളയുകയും അതോടൊപ്പം നമ്മുടെ ഈ പ്രധാന ഏരിയകൾ വിട്ടുപോവുകയും ചെയ്യുന്നുള്ളതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. ഇതൊരു ക്ലാസ് പോലെ നിങ്ങൾ പരിഗണിക്കരുത്. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ ക്രിസ്റ്റലൈസേഷൻ മിനിമം പഠിച്ചു വെക്കുക. ക്രിസ്റ്റലൈസേഷൻ, സോലിബിലിറ്റി ഡിഫറൻസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നടക്കുന്നത്. സിമ്പിൾ ഡിസ്റ്റിലേഷൻ, ബോയിലിംഗ് പോയിൻ്റ് ഡിഫറൻസ് ഉള്ള ലിക്വിഡുകളെ വേർതിരിക്കാനുള്ള മെത്തേഡാണിത്. ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ, ബോയിലിംഗ് പോയിൻറ്റിൽ വെച്ചോ അതിൻ്റെ താഴെ വെച്ചോ ഡീകമ്പോസ് ചെയ്തു പോകുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നൊരു മെത്തേഡാണ് പ്രഷർ കുറച്ചുകൊണ്ടുള്ള ഡിസ്റ്റിലേഷൻ. അടുത്ത് പേപ്പർ ക്രോമറ്റോഗ്രഫി, പേപ്പർ സ്ട്രിപ്പിൽ വെച്ചുകൊണ്ട് മിക്സറുകളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഫിനോമിനനാണ് പേപ്പർ ക്രോമറ്റോഗ്രഫി. 11ാമത്തെ ക്വസ്റ്റ്യൻ. എ മെത്തേഡ് യൂസ്ഡ് ടു പ്യൂരിഫൈ ഓർഗാനിക് കോമ്പൗണ്ട് ഇൻ ക്രോമറ്റോഗ്രഫി. ഓർഗാനിക് കോമ്പൗണ്ടിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇത് ക്രോമറ്റോഗ്രഫി. എക്സ്പ്ലെയിൻ അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫി. അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫി എന്ന് പറയുന്നത് നമ്മൾ ഒരു അഡ്സോർബൻ്റ്, ഈ വർഷങ്ങൾ സർഫസ് കെമിസ്ട്രിയിൽ പഠിച്ചു അഡ്സോർബൻറ്റും അഡ്സോർപ്ഷനൊക്കെ. അപ്പോൾ ഒരു അഡ്സോർബൻറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഒരു കോളത്തിൽ നിറക്കും, ഒരു ട്യൂബിനകത്ത് നിറക്കും. നിറച്ച് കഴിഞ്ഞിട്ട് ആ അഡ്സോർബൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് സിലിക്ക ജെല്ലോ അല്ലെങ്കിൽ അലൂമിനയോ ആരെങ്കിലും ആയിരിക്കും. അതിനെ നിറച്ചതിന് ശേഷം നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട മിക്സർ ഉണ്ടല്ലോ, ആ മിക്സറിനെ ആ അഡ്സോർബൻറ്റിൻ്റെ ട്യൂബിൽ മുകളിലൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. അഡ്സോർബൻ്റ് എടുത്ത ട്യൂബിന് മുകളിലൂടെ ഈ മിക്സർ ഓഫ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ മിക്സറിലെ, ആ മിശ്രിതത്തിലെ കോമ്പണൻറ്റുകളുടെ ഡിഗ്രി ഓഫ് അഡ്സോർപ്ഷൻ വ്യത്യാസമായതുകൊണ്ട് അവ ആ ട്യൂബിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വരും. ഏറ്റവും കൂടുതൽ അഡ്സോർപ്ഷൻ നടക്കുന്ന ആൾ മുകളിൽ നിൽക്കും, അഡ്സോർപ്ഷൻ കുറവുള്ള ആൾ കുറച്ച് താഴോട്ട് വരും, അതിനേക്കാൾ കുറവുള്ള ആൾ കുറച്ചുകൂടെ താഴോട്ട് വരും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യും. അതിനൊക്കെ ഒരു പ്രത്യേക കളറുണ്ടെങ്കിൽ പൊട്ടിൽ തേങ്ങ നിൽക്കുന്നത് പോലെ ആ കളേർഡ് കോമ്പണൻറ്റുകൾ ഇങ്ങനെ വേറിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് കോമ്പണൻറ്റിനെ സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനെയാണ് അഡ്സോർപ്ഷൻ ക്രോമറ്റോഗ്രഫി എന്ന് പറയാം. അതിലെ ബി, കോമ്പൗണ്ട് ഹാവിങ് സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് സ്ട്രക്ചറൽ ഐസോമേഴ്സ്. എക്സ്പ്ലെയിൻ എനി 2 സ്ട്രക്ചറൽ ഐസോമേഴ്സ്. വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഏതാ? 4 എണ്ണം തന്നെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് ചെയിൻ ഐസോമറിസം, വേറൊന്ന് ഫങ്ഷണൽ ഐസോമറിസം, വേറെ പൊസിഷൻ ഐസോമറിസം, 4ാമത്തെ മെറ്റാമറിസം. ആ പഠിച്ചത് ഇവിടെ അപ്ലൈ ചെയ്യുക. 2 എണ്ണമാണ് ആ വർഷം പരീക്ഷയ്ക്ക് വന്നത്. ഓക്കെ, ഒരു വർഷം 4 ചോദിച്ചു, ഇവിടെ 2 എണ്ണം വന്നു, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൽ സി നോക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ന്യൂക്ലിയോഫൈൽ ആൻഡ് ഇലക്ട്രോഫൈൽ. വാട്ട് ഈസ് ന്യൂക്ലിയോഫൈൽ? ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ലവിങ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താ? പോസിറ്റീവിന് ഇഷ്ടപ്പെടുന്ന ആൾ എന്ന് പറഞ്ഞാൽ വാട്ട്? പറഞ്ഞോളൂ. നെഗറ്റീവ് ചാർജുള്ള ആൾ, അതായത് ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ്. ന്യൂക്ലിയോഫൈൽസ് ആർ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ്. എക്സാമ്പിൾ: OH-, CN-, NO2-, Cl-, Br-, I-, H2O, എക്സെട്ര. എന്നാൽ ഇലക്ട്രോഫൈലോ?
ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ്, ഇലക്ട്രോണിൻ്റെ അളവ് കുറഞ്ഞ ആൾ. എക്സാമ്പിൾ പോസിറ്റീവ് ചാർജുള്ള ആളുകളൊക്കെ ഇതിൽപ്പെടും. കാർബോകാറ്റയോൺ, R+, CHO, CO, ഇതൊക്കെ ഏതിന് എക്സാമ്പിളാണ്? ഇലക്ട്രോഫൈലിന് എക്സാമ്പിളാണ്. എന്തുകൊണ്ട്? ഇലക്ട്രോൺ ഫൈൽസ് ആർ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ്. ഇലക്ട്രോൺ കുറവുള്ള സ്പീഷീസുകൾക്കാണ് എന്ത് പറയുക? ഇലക്ട്രോഫൈൽ എന്ന് പറയുക. പോസിറ്റീവ് ചാർജുള്ള ആളൊക്കെ ഇലക്ട്രോഫൈലും നെഗറ്റീവ് ചാർജുള്ള ആളെല്ലാം ന്യൂക്ലിയോഫൈലുമായിരിക്കും. പിന്നെ H2O ന്യൂക്ലിയോഫൈലാണ്. ചാർജ് പ്രത്യേകം കാണാത്ത CHOയും COയും ഒക്കെ ഏതുമാണ്? പറയൂ. ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ് എന്നറിയപ്പെടുന്ന ഇലക്ട്രോഫൈലാണ്. BF3 ഇലക്ട്രോഫൈലാണ്. AlCl3 ഇലക്ട്രോഫൈലാണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിളുമായി സംഗതിയായി. ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ പാർട്ടിൽ. ഗിവ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്. സ്ട്രക്ചർ എഴുതണം. IUPAC നെയിം തന്നിട്ടുണ്ട്. 2,4,7 ട്രൈമീഥൈൽ ഒക്ടെയിൻ. ഒക്ടെയിൻ എന്ന് പറഞ്ഞാൽ 8 കാർബണാണ്. അപ്പോൾ 8 കാർബണിൻ്റെ ഒരു ചെയിൻ വരയ്ക്കുക. ആ 8 കാർബണിൻ്റെ ചെയിനിൽ 2ാമത്തെ കാർബണുമലും 4ാമത്തെ കാർബണുമലും 7ാമത്തെ കാർബണുമലും മീഥൈൽ ഗ്രൂപ്പുണ്ട്. അതവിടെ എഴുതിയിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം എഴുതുക. എന്നിട്ട് 2 അതാ ഒരു CH3 ബ്രാക്കറ്റ് ഇട്ടിന് വേണ്ടിയില്ല 2. അതുപോലെ 4 അതാ ഒരു CH3 ബ്രാക്കറ്റിലിട്ടിന്. 7 അതാ ഒരു CH3 ബ്രാക്കറ്റിലിട്ടിന്. ഓക്കെ, ഇനി 2ാമത്തെ 2-chloro-4-methyl പെൻറ്റെയിൻ. അതാണ് പാരൻ നെയിം. 5 കാർബൺ. അപ്പോൾ 5 കാർബണ് നീളത്തിൽ എഴുതി. അതിൽ 4ാമത്തെ കാർബണുമേലൊരു മീഥൈൽ വേണം. കണ്ടോ അവിടെ 4ാമത്തെ മേലൊരു മീഥൈൽ കണ്ടില്ലേ. പിന്നെ 2ാമത്തെ മേലൊരു ക്ലോറിനും വേണം. കാണുന്നില്ലേ ബ്രാക്കറ്റ് ഇട്ടിട്ട്? ശരി. B, CH3CH2 മൈനസ് ഓർ CH3 twice CH മൈനസ് വിച്ച് ഈസ് മോർ സ്റ്റേബിൾ. എക്സ്പ്ലെയിൻ. ഇത് ആനയോണാണ്, കാർബാനയോണാണിത്. പ്ലസ് ആണെങ്കിൽ കാർബോകാറ്റയോൺ എന്ന് പറയാം. ഇത് കാർബാനയോൺ. ഈ കാർബാനയോണിൽ ഏറ്റവും സ്റ്റേബിൾ ആർക്കാണെന്നറിയോ? അതിൽ 2ാമത്തെ ആൾ സെക്കൻഡറിയും 1ാമത്തെ ആൾ പ്രൈമറിയാണ്. പ്രൈമറിക്കാണ് സ്റ്റെബിലിറ്റി കൂടുതൽ. കാർബോകാറ്റയോൺ ആണെങ്കിൽ സെക്കൻഡറിക്കാണ് പ്രൈമറിയേക്കാൾ സ്റ്റെബിലിറ്റി. എന്നാൽ ആനയോൺ ആണെങ്കിൽ പ്രൈമറിക്കാണ് സെക്കൻഡറിയേക്കാൾ സ്റ്റെബിലിറ്റി. നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ ഇതിന് കാർബാനയോണിൻ്റെ സ്റ്റെബിലിറ്റി, പ്രൈമറിക്ക് സ്റ്റെബിലിറ്റി കൂടുതൽ, സെക്കൻഡറിക്ക് അതിനേക്കാൾ കുറവ്, ടേർഷറിക്ക് വളരെ കുറവ്. എന്താ ഇതിന് കാരണം? ഇൻഡക്റ്റീവ് എഫക്റ്റാണ്. ഇനി കാർബോകാറ്റയോൺ ആണെങ്കിലോ? കാർബോകാറ്റയോൺ ആണെങ്കിൽ ടേർഷറിക്ക് സ്റ്റെബിലിറ്റി കൂടുതൽ, അതിൻ്റെ തൊട്ട് താഴെ സെക്കൻഡറി, അതിൻ്റെയും താഴെ പ്രൈമറി. അവിടെയുള്ള കാരണം ഹൈപ്പർ കോൺജുഗേഷനാണ് ആ സ്റ്റെബിലിറ്റിക്ക് കാരണം. പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ പ്രധാനമാണ്. അതിലെ C, എക്സ്പ്ലെയിൻ ദി കെമിസ്ട്രി ബിഹൈൻഡ് ക്രിസ്റ്റലൈസേഷൻ. എന്താ ക്രിസ്റ്റലൈസേഷനിലുള്ള കെമിസ്ട്രി? എന്തായിരുന്നു? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഡിഫറൻസ് ഇൻ ദി സോലിബിലിറ്റി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഇമ്പ്യൂരിറ്റീസ്. നേരത്തെ പഠിച്ചതാണ്, ഒന്നുകൂടെ ആവർത്തിച്ചു മാത്രം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിച്ചാലോ? ഓക്കെ അല്ലേ? വളരെ പ്രധാനമാണ്. IUPAC നെയിം വളരെ പ്രധാനമാണ്. ഐസോമറിസം 4 പഠിച്ചു വെക്കുക. അതിന് എക്സാമ്പിൾ പഠിച്ചു വെക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മറ്റൊന്ന് സ്ട്രക്ചർ തന്നിട്ട് IUPAC നെയിമും IUPAC നെയിം തന്നിട്ട് സ്ട്രക്ചറും എഴുതാൻ ചോദിക്കുന്നുണ്ട്. പിന്നെ കാർബോകാറ്റയോണിൽ ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതൽ ടേർഷറിക്ക്, കാരണം ഹൈപ്പർ കോൺജുഗേഷൻ. കാർബാനയോണിൽ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി പ്രൈമറിക്ക്. എന്തുകൊണ്ട്? ഇൻഡക്റ്റീവ് എഫക്റ്റ്. ക്ലിയർ അല്ലേ? പ്രിയപ്പെട്ട മക്കളെ, വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഏറെ ഉപകാരപ്പെടുന്നു എന്നറിയുന്നതിൽ. നിങ്ങൾ നൽകുന്ന ഓരോ ഫീഡ്ബാക്കുമാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് മണിക്കൂറുകൾക്കകം മറ്റൊരു വീഡിയോയുമായി വരാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. എത്ര പേരാണ് വാട്സപ്പിലൂടെ സാറേ വളരെ ഉപകാരപ്പെട്ടു അറിയിക്കുന്നത്? എത്ര പേരാണ് കമൻറ്റ് ബോക്സിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നത്? ഏതായാലും എല്ലാവർക്കും നന്ദി പറയുകയാണ്.
നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ മറ്റ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തതുകൊണ്ടാണ് ഈ ചാനൽ ഇത്രമാത്രം ഒരു പബ്ലിസിറ്റി ലഭിച്ചിരിക്കുന്നത്. സന്തോഷമുണ്ട്. നിങ്ങൾ നൽകിയ എല്ലാവിധ സഹകരണത്തിനും നന്ദിയുണ്ട്. നമുക്കിനിയും കൂടിച്ചേർന്ന് മുന്നോട്ട് പോകാം. ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്കും വേണമെങ്കിൽ നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏതായാലും നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി ഏറെ വൈകാതെ തന്നെ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു. കീപ്പ് ഇൻ ടച്ച്.